ചേരുവകൾ ചേർക്കാനുള്ള സമയമായി. അപ്പോൾ എന്തെല്ലാം ചേട്ടാ ഇനി ചേർക്കേണ്ടത്? ഇനി ഉപ്പ്, മസാല, കുരുമുളക്, ഓക്കെ, പിന്നെ മുളക് പൊടി, താളിച്ച മുളക് പൊടി, ഉപ്പ്, മസാല, കുരുമുളക്. അപ്പോൾ ഇത് ചേർക്കാൻ നമുക്ക് താളിപ്പ് നമ്മളിപ്പോൾ എണ്ണ ഇപ്പോൾ 1 കിലോ നമ്മൾ 1/2 കിലോ 500 എണ്ണ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ വേറെ 1 കിലോ വെളിച്ചെണ്ണ വെച്ച് ആ എണ്ണ ചൂടായതിനു ശേഷം വെളുത്തുള്ളി ഇട്ട് നല്ലൊരു ചുവന്ന നല്ല മണം വരുമ്പോഴത്തേക്ക് കരിവേപ്പില ഇടുക. കരിവേപ്പില ഇട്ടതിന് ശേഷം പിന്നെ മുളക് പൊടി അതിൻ്റെ അളവിന് നമുക്ക് ഒരു അളവുണ്ടല്ലോ കരുതച്ചാൽ ആ ഒരു അളവിന് ഓക്കെ അത് ഇടുക, താളിക്കുക, എടുത്തൊഴിക്കുക. നമ്മൾ ഈ മട്ടൻ കറിയിലേക്ക് വേണ്ടി കല്ലുപ്പാണ് ചേർക്കുന്നത്. ഇനി മസാലപ്പൊടി. ഓക്കെ, മസാലപ്പൊടിയാണ്. ഓക്കെ, 2 വലിയ തവിയിൽ നമ്മൾ ഇറച്ചി മസാല ചേർത്തു. ഇനി എന്താണ് ചേട്ടാ? ഇനി ഒരു കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ. ഇത് നമ്മളിപ്പോ താളിച്ച നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ താളിച്ചെടുത്തത്. ഇതിന് നമ്മുടെ തവി കണക്ക് കൂട്ടുവാണെങ്കിൽ 7 തവി. ഓക്കെ, 7 തവിയാണ് ഇട്ട് കൊടുക്കുന്നത് അല്ലേ? 20 കിലോയ്ക്കാണ് 7 തവി. 20 കിലോയ്ക്ക് 7 തവി. ഇനി എന്താണ്? നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു. നല്ലപോലെ ഇളക്കി കൊടുക്കുന്നു. ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ്. നമ്മൾ മസാല കൂട്ടുകളെല്ലാം ചേർത്ത് കഴിഞ്ഞു. വെളിച്ചെണ്ണ നമ്മൾ നേരത്തെ ആദ്യം 500 ആണ് ഒഴിച്ചത്. ഇനി 500 നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. 500 വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് പുതിനെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവരുടെ